അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. അവൾ ആകാംക്ഷയോടെ എടുത്തു നോക്കി. അതാ സൗദത്ത. അല്ല, സൗദത്ത എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് തോന്നിപ്പോയി. കാരണം ഷാമോൻ ഇപ്പോഴങ്ങ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ സൗദ വിളിക്കുന്നു. ഹലോ നുസിയേ. ആ ഇത്ത. ആ പിന്നെണ്ടല്ലോ, എന്തൊക്കെയുണ്ട് വർത്താനം? അൽഹംദുലില്ലാ, സുഖം തന്നെ. അല്ലടി, ആം, എന്തേ അവിടെ തന്നെ കൂടിയോ? എവിടെ എൻ്റെ പുതിയാപ്പിളിനെ കാണാനില്ലല്ലോ. ആ, അവരിപ്പോൾ അങ്ങോട്ട് പോയി. ഓ, അങ്ങനല്ലേ. അതെന്തേ പറഞ്ഞേച്ചു? എന്ത് ഈ പോരാനിത്? അത് ഞാൻ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം ഉപ്പാക്കൊക്കെ കുഞ്ഞിനെ കാണാനൊക്കെ കൊതിയായതുകൊണ്ടേ. ഓ, അങ്ങനെ അല്ലേ. ഉം, ആയിക്കോട്ടെ. അല്ലേ, ഉമ്മ പറഞ്ഞേക്കേ എപ്പോഴും നുസി ഓനെ വിട്ട് പോവൂല, ഓനെ വിട്ട് എങ്ങോട്ടും പോവൂല, വലിയ സ്നേഹമാണ് ഓല് തമ്മിൽ. അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും വേർപെട്ട് നിൽക്കൂലെന്ന്. അപ്പം അത്രയൊന്നുമില്ല അല്ലേ? അത് ഞങ്ങൾ കുറേ ഒരുമിച്ച് നിന്നല്ലോ. ഇനിയിപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും കൂടി കുഞ്ഞിനെ കാണുമെന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ ഷാമുൻക എന്നെ ആക്കി തന്നാണ്. നുസിയേ, ഇപ്പോഴത്തെ കാലം എന്നല്ല. എന്തൊക്കെ തന്നെയാലും ഷമ്മാസിന് എന്നെ വിട്ടുപിരിഞ്ഞ് നിൽക്കാൻ കഴിയൂല, അനക്കും കഴിയൂല എന്നൊക്കെ ഇവിടെ ഐഷുമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഷമ്മാസ് പറഞ്ഞ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോകുന്നില്ലേ. എൻ്റെ പൊന്നാര നുസിയെ, പറഞ്ഞില്ലാന്ന് പറയണ്ട. കാരണം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ആണുങ്ങളെന്ന് വെച്ചാൽ ഒന്ന് കഴിയുമ്പോൾ മറ്റീമക്ക് പോകും. കാരണം ഓൽക്ക് എന്നും ഒന്ന് രസം ഉണ്ടാവില്ല. മാറി മാറി ഓൽക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല രസീകാരം. എന്നാൽ സൗദ അത് കേട്ട്, ഇത്ത നിങ്ങൾ എന്തേ പറയുന്നത്? എൻ്റെ പൊന്നു നുസിയെ, എന്നോട് സ്നേഹം ഉണ്ടായിട്ടെന്ന് പറയാണ്. എന്നാലും ഷാമോൻ ആ കാട്ടിയത് ഒരിക്കലും ശരിയായില്ല. അതെ, നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. ഒന്ന് പോയി പോന്ന് വരേണ്ടതേനല്ലോ. അല്ലാതെ അന്നിട്ടിട്ട് അവിടെ പോരാന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നാര നുസിയേ. ആയിക്കോട്ടെ, എന്തായാലും പോന്നിക്കണല്ലോ. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോണ്ട്. കാരണം എനിക്ക് എന്നോട് ഒത്തിരി സ്നേഹമുണ്ട്. സ്നേഹം ഉണ്ടായതുകൊണ്ട് തന്നെ ഷമ്മാസ് എവിടുക്കാ പോണേ വരണൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എന്നോട് പറഞ്ഞാൽ ഈ വിശ്വസിക്കൂല. കാരണം ഈ അങ്ങനെ ഒരു പൊട്ടത്തിയാണ്. ഇത്ത, ഞാൻ ഞാൻ വേണ്ടാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. ഞാൻ നമുക്ക് തന്നെയല്ലോ ഓരോ കാര്യങ്ങൾ. അല്ലാതെ വേണ്ടാത്തതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ആ, വേണ്ടാത്തതിനെ കുറിച്ച് ഈ ചിന്തിക്കാറില്ല. കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നുസിയെ, എന്നാലൊന്ന് വന്നാൽ മതിയായിരുന്നു. ഈ ഞാൻ വിചാരിച്ചു ഈ വരുന്നു. പിന്നെയെന്ന് വെച്ചാലടി, എനിക്ക് പഴയ പോലെ ജോലി എടുക്കാമെന്ന് കഴിയൂലെന്ന് എനിക്ക് അറിയില്ലേ. ഇപ്പം എന്നെ തേച്ച് കുളിപ്പിക്കലാണ്. പിന്നെന്ന് വെച്ചാൽ ഉമ്മാനെ വിട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പോവാന്നൊക്കെ പറയുമ്പോഴും അതൊരിതല്ലേ. പിന്നെ ഉമ്മാക്ക് ഒരുപാട് ജോലികളും കാര്യങ്ങളും ഉണ്ടാവും. ഒരു വേലക്കാരത്തിനാണെങ്കിൽ കിട്ടണമില്ല, ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ആ സമീരത്തെങ്കിലും വന്നേനു. അപ്പോൾ അവരും ഗർഭിണിയായ സ്ഥിതിക്ക് അതും പറ്റൂല. എന്നാലും എൻ്റെ നുസിയെ, നീ പോയത് വല്ലാത്ത മോശമായി പോയിട്ട്. ഷമ്മാസ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശരിക്കും അതാ നുസേബിയോട് അത് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ, അതെ, ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ പോവുമല്ലോ. ഉമ്മാനെ ബുദ്ധിമുട്ടിക്കൂലല്ലോ. പഠിച്ചോനെ, അവർ പറയുന്നത് എന്താ ഇങ്ങനെയൊക്കെ? എനിക്ക് ടെൻഷൻ ആവുന്നു റബ്ബേ. ആ, എന്നാ ശരി, നോക്കി കണ്ടൊക്കെ നിന്നോണ്ട് ഇടക്കൊക്കെ ഒന്നേ വിളിച്ചൊക്കെ ചെയ്തോണ്ട്. എവിടുക്കെ ഏതാ പോണ ആർക്കറിയാം. ഇപ്പോൾ 1-2 ദിവസം ഒന്നല്ലല്ലേ നമ്മളിത് കാണണേ. അതിപ്പോൾ ഇടക്കിടക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച അനക്ക് നന്ന്. അല്ലെങ്കിലോ ഒരു കഥ തന്നെ ഇക്കാരം മോളെ. ഇത്ത, ഇത് പറയാനാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണില്ല. എനിക്കിത് കേൾക്കാൻ കഴിയണില്ല. നുസൈബ അല്പം സങ്കടത്തോടെയും അല്പം ദേഷ്യത്തോടെയാണ് പറഞ്ഞത്. എൻ്റെ പൊന്നു നുസൈജ്, എന്നോട് ദേഷ്യപ്പെട്ട് ഒരു കാര്യമില്ല. ആദ്യം എൻ്റെ മാപ്പിളിനെ നന്നാക്കാൻ നോക്ക്. ഷമ്മാസ് നല്ലത് നല്ലത് നല്ലതെന്ന് പറഞ്ഞ് ഇപ്പം എന്തായി? ഇത്ത, നിങ്ങൾ വേണ്ടാത്തൊന്നും പറയില്ലേ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം എന്ത് സംഭവിക്കാനാ? നിങ്ങൾ അതും ഇതും പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. അത് പറഞ്ഞതും അതാ അവൾ ഫോൺ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തു. ഓ പഠിച്ചോനെ, സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ എങ്ങനെയാ കുഞ്ഞിനെയൊക്കെ നോക്കിയിരുന്നു. അത് മാത്രമല്ല, സൗദത്തെ വരാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതായിരുന്നു. പാവം ആ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടപ്പെട്ടിട്ട്. റബ്ബേ, സൗദത്തെ നീ ഇങ്ങോട്ട് എത്തിക്കണമെന്ന് ഒരുപാട്. പക്ഷെ വീട്ടിലെത്തിയപ്പോൾ മൊത്തത്തിൽ അവരൊരു സ്വഭാവം മാറിയിരിക്കുന്നല്ലോ.
ശരിയാണ്, എൻ്റെ മൂത്തശ്ശിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അവൾ സങ്കടപ്പെട്ടിരിക്കുന്നത് അതാ ഉമ്മ കണ്ടു. മോളെ നുസി, എന്താ മോളെ, എന്താ ഇവിടെ ഇരിക്കുന്നത്? ആരെ വിളിച്ചത്? അത് അതുമ്മ, അതെൻ്റെ ഇത്താത്തയാണ്. ആര്, സൗദയോ അതോ ഫസീലയോ? ആരാണ് അത്? സൗദത്ത. ഓ അങ്ങനെ. എന്തൊക്കെ വിശേഷം? ഏതായാലും ഭാഗ്യമുണ്ടല്ലേ ആ പെണ്ണിനെ. ആ പെണ്ണ് എങ്ങനെയൊക്കെയായിരുന്നില്ലേ ജീവിച്ചത്. പഠിച്ചോൻ്റെ കാരുണ്യം കൊണ്ട് അവിടെ എത്തി കിട്ടിയല്ലോ സ്വന്തം കുഞ്ഞിൻ്റെ അടുത്ത്. അതിനേക്കാളും വലിയൊരു ഭാഗ്യം എന്താ? പഠിച്ചോനോട് മരിക്കോളം ശുക്ർ ചെയ്താലും അതിന് ഒരു പകരാവില്ല. ഏതായാലും പക്ഷെ നല്ല പെണ്ണാണല്ലേ. അത് ഉമ്മയോട് എന്ത് പറയണമെന്നറിയാതെ അവൾ ഒരു നിമിഷം മൂളി. അത് ഉമ്മ, ശരിയാണ്. ആ പിന്നെ ഏതായാലും അങ്ങനെ സ്നേഹം ഇളച്ചി മൂത്തിച്ചുണ്ടായ വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താവുന്നോ, ഞമ്മക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അത് അങ്ങോട്ട് ഒരു മനസ്സിക്കൊരു സമാധാനമാണ്. മറ്റേത് ഇങ്ങനെ ഒറ്റയ്ക്ക് എടുങ്ങാറായി നിൽക്കണ്ടേ. ഏതായാലും പഠിച്ചോനെ സ്നേഹം നീ നിലനിർത്തി കൊടുക്കല്ല. ഉമ്മ അത് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്തേക്ക് പോയി. എന്നാൽ നുസി ഓരോന്ന് ആലോചിച്ചു. റബ്ബേ, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചോനെ എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടാത്ത പോലെ. എന്നാൽ ഈ സമയം അതാ ഐഷുമ്മയുടെ അരികിൽ അതാ സൗദ സോപ്പിട്ടിരിക്കുകയാണ്. ആ ഉമ്മ. അതെ, അവൾ ഉമ്മയോടായിട്ട് എന്താടി ഉമ്മ എന്നാലുള്ളേ എന്തേ അല്ലേ, ഞാൻ നിങ്ങളെ കാര്യം ആലോചിച്ച് നോക്കണേ. നിങ്ങളിപ്പോൾ എത്രയും നുസൈബാനെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തി ഉണ്ടാക്കിയുള്ള പ്രസവവും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ് എല്ലാം നല്ല മട്ടത്തിനൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുത്തിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്തേ സൗദിയെ പറയണത്? ആരെ എന്ത് ചെയ്തത്? അല്ലേ, നുസൈബ് എന്നോട് പറഞ്ഞിരുന്നു ഞാനിപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് വരുമൊന്നുമില്ല. കാരണം ഞാൻ ഇപ്പം അടുത്ത് വന്നു കഴിഞ്ഞാൽ ഉമ്മാക്കത് ശീലമാവും. ഉമ്മാക്കിപ്പോൾ അത് ശീലമായിക്കണം. ഞാൻ എന്നും ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അതിങ്ങോട്ട് വല്ലാത്ത എന്താ, ഞാൻ ജോലി എടുക്കുന്നുണ്ട്, പെണ്ണായി മാറിയിരിക്കണേ, വേലക്കാരത്തിന് പോലും വെക്കണില്ല ഉമ്മ എന്നെ കണ്ടിട്ട്. എന്നാൽ നുസൈബ് അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്നാൽ അത് കേട്ട് ഐഷുമ്മ ഒരു നിമിഷം ഞെട്ടി. അത് തൻ്റെ പ്രിയപ്പെട്ട മരുമകളെക്കുറിച്ച് അത് പറഞ്ഞത് അത് ശരിക്കും ഐഷുമ്മയെ ഞെട്ടിച്ചു. സൗദ, ഈ എന്തൊക്കെ പെണ്ണെ ഈ പറയണത്? എന്താ ഈ പറയണത്? അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്തിനാ സൗദ, നമ്മൾ കുറച്ച് കാലത്തെ ജീവിതമാണ്. ഇന്ന് കഴിഞ്ഞു. ആരെ കുറിച്ചെങ്കിലും ഒരു വാക്ക് കൊണ്ട് പറഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ ഓലോട് അത് പൊരുത്തപ്പെടിപ്പിച്ച് ഞമ്മക്കും പഠിച്ചവനായിട്ടുള്ള തെറ്റാണെങ്കിൽ നമുക്ക് പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ അള്ളാഹ് നീ അത് പുറത്ത് കൊണ്ടല്ല, പറ്റിപ്പോയി അള്ളാഹ് എന്ന് പറഞ്ഞ് നമുക്ക് പടച്ച റബ്ബിനോട്. പക്ഷെ പടപ്പുകൾ തമ്മിലുള്ളതാവുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പഠിച്ചവനോട് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ ഓരോട് നേരിട്ടത് പൊരുത്തപ്പെടിപ്പിച്ചണം എന്നാണല്ലോ. മറ്റതൊക്കെ നമുക്ക് പഠിച്ചവൻ പുറത്തു തരും. അതുകൊണ്ട് എൻ്റെ പൊന്നാര പെണ്ണെ, ഈ ജാതി കാര്യങ്ങളൊന്നും പറയല്ലേ. ഉമ്മ, ഞങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ്. എനിക്കിപ്പോൾ എന്താ ഒന്നും പറയേണ്ട ആവശ്യം, കളവൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നുസൈബക്ക് ഇവിടെ മടുത്തിക്കണെന്നാണ് പറയണത്. പിന്നെ ഷമ്മാസിന് പഴയ പോലെ സ്നേഹമില്ലാന്നോ അതും അവള് പറയുന്നുണ്ട്. അത് കേട്ട് ഐഷും ഒന്ന് ഞെട്ടി. എന്ത്, ഷാമുന് സ്നേഹമില്ലാന്നോ? പഠിച്ചോനെ, എൻ്റെ കുട്ടിക്കുള്ളത്ര സ്നേഹം വേറെ ആർക്കെങ്കിലും ഉണ്ടാവുമോ? എൻ്റെ കുട്ടി ഉമ്മാനും ബാപ്പാനും ആരും വെറുപ്പിച്ചാതെ എല്ലാവരും ആണെന്നുള്ള ചിന്താഗതിക്കാരനാണ് അവനക്ക്. ഓളെ മാത്രം നോക്കണം, പിടിക്കണം, ഇരിക്കണം എന്ന് അത് ഞാൻ ഓനോട് പറഞ്ഞിട്ടില്ല, ഓൻ ചെയ്യൂല. എൻ്റെ കുട്ടിയെന്ന് വെച്ചാൽ നല്ലോണം സഹായം എല്ലാവരും നല്ല മട്ടത്തിൽ കൊണ്ടുപോകുന്ന ആളാണ്. പ്രത്യേകിച്ച് പാവങ്ങളെയൊക്കെ എൻ്റെ കുട്ടിക്ക് കൂടുതലൊരു ചേർത്ത് പിടിക്കലാണ്. അതൊക്കെ പടച്ച റബ്ബിൻ്റെ നിഅമത്തല്ലേ. എന്നാൽ നുസി പറഞ്ഞത് ഉമ്മാക്ക് കണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദന. അതെ, ഇവിടെ ഞാൻ വേലക്കാരത്തിയെ പോലെ അങ്ങ് നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത്. എന്നാൽ എൻ്റെ നുസിയെ ഉമ്മാൻ്റെ കുട്ടി അങ്ങനെ പറയോ? അതായിരുന്നു ഐഷുമ്മയുടെ ചിന്ത. എൻ്റെ ഉമ്മ, ഞങ്ങളോടൊരു കാര്യം കൂടി പറ. നമ്മളെ ഒരുപാട് ഒരാളെങ്ങനെ സ്നേഹിക്കാൻ പാടില്ല. ഒരാളെ മാത്രം സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലതും തോന്നും. അതുമല്ല, പിന്നെ നുസി എന്ന് വെച്ചാൽ ഓള് പൊതുവെ ഒരു സൈലൻ്റാണ്. ഒന്നും വെട്ടി തുറന്നങ്ങ് സംസാരിക്കൂല. മനസ്സിലുള്ള എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവിടെ അകത്ത് വെക്കുകയും ചെയ്യും. പക്ഷേ ഉമ്മ, ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഉമ്മ, മിണ്ടാപ്പൂച്ച കലമുടക്കുന്ന മിണ്ടാ നടക്കണോല് ആരും അത്ര നല്ലതാവൊന്നും ഉമ്മ വിചാരിക്കണ്ട.
അത് അവരുടെ ഉള്ളിലായിരിക്കും വിദ്വേഷവും പകയൊക്കെ. നിങ്ങളോട് എത്രമാത്രം ഇതുണ്ട് എന്നുള്ളത് ഓൾ പിന്നോട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞില്ല. അതുകൊണ്ട് ഉമ്മ ഒരു കരുതൽ നല്ലതാണ്. നിങ്ങൾ ഓളെ വല്ലാതെ ഇങ്ങോട്ട് താലോലിച്ച് കൊണ്ട് നടക്കണ്ട. അവളല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാനിവിടെ വേലക്കാരത്തികളമാര് ഞങ്ങൾ നിൽക്കുക, എന്നെ കണ്ടിട്ട് ഉമ്മ വേലക്കാരത്തിനെ പോലും വെക്കണില്ല. എന്താ ഉമ്മ, എനിക്ക് കേട്ടപ്പോൾ എന്നെ നെഞ്ച് പൊട്ടിപ്പോയി. കാരണം നിങ്ങൾ അത്ര നോക്കിയിട്ട്, നിങ്ങൾ അത്രക്കും അവളെ നോക്കി അവൾക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ സ്വന്തമായി വീട് അവർക്ക്, ഓ എന്തൊക്കെയാണ് അവളെ വല്യമ്മക്ക് വീട്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് അങ്ങനെ പറയാന്ന് വെച്ചാൽ ശരിക്കും മോശമാണല്ലോ. സൗദ, മതി പറഞ്ഞത്. വെറുതെ എന്തിനാ നമ്മൾ വേണ്ടാത്തൊരു വർത്താനം പറയണത്? എന്നാൽ സൗദക്ക് നുസൈബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉമ്മാക്ക് പറ്റണില്ല. എന്താന്നില്ലേ, വെറുതെ അല്ല ഫസീലത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി പോയതൊക്കെ. ഒരാളോട് മാത്രം കൂടുതൽ സ്നേഹം, മറ്റുള്ളവരോട്. എന്നോട് തീരെ ഉമ്മാക്ക് സ്നേഹമില്ല. പക്ഷെ നുസൈബ എന്ന് വെച്ചാൽ ഉമ്മാക്ക് ജീവൻ്റെ ജീവനാണ്. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് വീർപ്പിക്കാൻ ഞാൻ പറ്റൂല. എന്താന്നില്ലേ, ഇതിപ്പോൾ ഓള് നല്ല സുഖസുന്ദരമായി അവിടെ ജീവിക്കുക, ഞാനിവിടെ ഇങ്ങനെ ഒരു പൊട്ടന്മാരെ പോലെ. എന്നാൽ പെട്ടെന്ന് അതാ ഷാമോൻ അങ്ങോട്ട് വന്നു. ഉമ്മ, ആ മോനെ നീ വന്നോ? മോനെ. ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അല്ല കുട്ടി വല്യമ്മാൻ്റെ അടുത്തൊക്കെ പോയില്ലേ? ആ ഉമ്മ വല്യമ്മാൻ്റെ അടുത്ത് പോയി, അവിടെ ഓലെ വീട്ടിലേക്ക് പോയി. ഒക്കെ വല്യമ്മാൻ്റെ അടുത്ത് നിന്ന് ചോറൊക്കെ തിന്ന് നല്ല മത്തന്തിലെ കറിയും നല്ല ചക്ക കൂട്ടാനും ഉണക്കമീൻ പൊരിച്ചതും നല്ല കടുമാങ്ങ അച്ചാറും എല്ലാം കൂട്ടിയൊരു ചോറും. പൊന്നു മോനെ, ഇതൊക്കെ തന്നെ തിന്നേണ്ടത്. അല്ല, പഴയ കാലങ്ങളുടെ ഓർമ്മ വന്നു. എൻ്റെ കുട്ടിയോട് ചോറുന്നു ആയിക്കോട്ടെ. നമ്മളാരും ക്ഷണിക്കണമെങ്കിൽ നമ്മളെ ക്ഷണം സ്വീകരിക്കണേ. കാരണം എനിക്ക് വേണ്ടെന്ന് വതിഞ്ഞപ്പോൾ എത്ര പാവങ്ങളാണെങ്കിലും തന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും അവരുടെ മുമ്പിൽ നിന്ന് തട്ടി മാറ്റരുത്. അതെ, ഒരു കഷ്ണെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിക്കുക, കുറച്ചെന്തെങ്കിലും. അല്ലാതൊരിക്കലും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പോവേ ചെയ്യരുത്. ഒരു പക്ഷേ ഇന്ന് നമ്മുടെ നല്ല പണക്കാരേക്കാരും നമ്മൾ, പക്ഷെ നാളെ ഈ അവസ്ഥ എന്താ ഏതാ അറിയില്ല. പൊന്നു മോനെ, നിനക്കറിയില്ല ആ ചൂരൽമലയിലെ ദുരന്തങ്ങളൊക്കെ? അവിടെയൊക്കെ എത്ര വലിയ മണിമാളികകളിലായിരുന്നു അവരൊക്കെ കിടന്നുറങ്ങിയിരുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? അല്ല, നേരം വെളുത്ത് എണീറ്റപ്പോൾ കുടുംബങ്ങളെയും ഉറ്റവരെയും ഒന്നും കാണാത്ത അവസ്ഥ. വീടില്ല, സ്ഥലമില്ല, ആകപ്പാടെ പരന്നൊഴിഞ്ഞ് കിടക്കുന്ന, അതെ, മരങ്ങളുടെയും കെട്ടിടങ്ങളുടെയും അവശിഷ്ടങ്ങളും അതെല്ലാമാണ് കാണുന്നത്. അതാണ് മക്കളെ, നമ്മളുടെ സ്വന്തമായിട്ട് അഹങ്കരിക്കാൻ ഒന്നും പാടില്ല. ഇനിയിപ്പോൾ വീടായാലും കൂടിയാലും എനിക്ക് അത്ര ഉണ്ട്, എനിക്ക് ഇത്ര ഉണ്ടെന്ന് അഹങ്കരിക്കാൻ പാടില്ല. ഒരു നിമിഷങ്ങൾ കൊണ്ട് എത്രയോ ഏക്കർ കണക്ക് തോട്ടുള്ളവരും എല്ലാം, ഒരു നിമിഷങ്ങൾ കൊണ്ട് പാവപ്പെട്ട ആളുകളെ, അള്ളാഹിൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് വേണ്ട മക്കളെ. അതാണ് നമ്മൾ പാവങ്ങളല്ല ആരൊക്കെ തന്നെ നമ്മൾ ക്ഷണിച്ചാൽ നമ്മളെ ക്ഷണം സ്വീകരിക്കുക, അവിടുന്ന് ആ ഭക്ഷണം തരുന്നവർ കഴിക്കുക. അതൊക്കെ അവർക്കൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഉമ്മ, ഞാൻ കഴിച്ചു, അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഉമ്മ ലാസ്റ്റ് ഒരു പിടിയുരട്ടി പായസം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ പൊന്നു മോനെ, എല്ലാം നാടൻ രീതിയിൽ തന്നെയല്ലേ? അതെ ഉമ്മ. എന്തല്ല, അല്ല കുഞ്ഞുമോളിട്ടിട്ട് ഈ പോന്നപ്പോൾ അത് ഉമ്മ, എനിക്ക് ഇട്ട് പോരാൻ കഴിഞ്ഞിട്ടൊന്നല്ല. പിന്നെ എന്തായാലും മോനെ അധികം നിർത്തല്ലോ, വേഗം കൊണ്ടിട്ടോ. കാണാതിരിക്കാൻ കഴിയൂല കുഞ്ഞെ. അതാണ് ഇപ്പോൾ 2 ദിവസത്തെ ഉളപ്പൊക്കെ കാണാൻ പൂതിച്ചല്ലേ കുട്ടീനെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്. ഏതായാലും പാവം റബ്ബേ, പഠിച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. അല്ല മോനെ, വീട് പണി ഉമ്മ, അവരുടെ പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ പിന്നെ നോമ്പും കാര്യങ്ങളും ഇതൊക്കെ ആയപ്പോഴേ പിന്നെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എടുപ്പിക്കാന്നൊക്കെ പറഞ്ഞപ്പോഴേ അത് അവരങ്ങോട്ട് വേണ്ടെന്ന് വെച്ചതാണ്. അപ്പോൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ മോനെ, എല്ലാവർക്കും ഒരു ഇരിക്കക്കൂരൊക്കെ ഉണ്ടാക്കി കൊടുത്താലേ അതിൻ്റെ പ്രതിഫലം നമുക്ക് പഠിച്ചോൻ തരും. എന്തൊക്കെ തന്നെയാലും റബ്ബേ. എന്നാൽ സൗദ ഇതെല്ലാം കേൾക്കുന്നു. കാരണം നുസൈബയുടെ വീട്ടുകാരെ കുറിച്ചും നുസൈബയെ കുറിച്ചൊക്കെ നല്ലത് പറയുമ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യമാണ് വരുന്നത്. ഏതായാലും വല്ലാത്തൊരു പുതുമ തന്നെ, ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു മരുമകളോ. എന്നാൽ ഈ സമയം അതാ ഷമ്മാസ് ഫ്രഷായി. ഉമ്മ, മോനെ എവിടെ, കുഞ്ഞുവാവ എവിടെ? അതെ, ഉമ്മയോടായി ചോദിച്ചു. മോനെ, എടീ സൗദ, കുഞ്ഞിനെ ഒന്ന് എടുത്തു കൊടുക്കടി, ഉണ്ണക്കണോനെ. ഉമ്മ. ഷാമോനെ, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം കേട്ടോ. അവളത് സ്നേഹത്തോടെ എടുത്ത് കുഞ്ഞിനെ ഷമ്മാസിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ഇന്നിപ്പോൾ
ആ, നുസൈബയും കുഞ്ഞൊക്കെ ലൈറ്റ് മൂഡ് ഓഫ് ആയിരിക്കൂലേ? മൂഡ് ഓഫ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങളിവിടെ ഉണ്ടല്ലോ. ശരിക്കും ഷമ്മാസ് ഒന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, എന്തൊക്കെ ഈ സൗദത്തെ പറയുന്നത്? എൻ്റെ ഇത്തിയുടെ സ്ഥാനത്താണ് അവരെ ഞാൻ കാണുന്നത്. എന്നാൽ തൊട്ടടുത്തായിട്ടാണ് അവൾ ഇരിക്കുന്നത്. പിന്നെ കുഞ്ഞ് ഇടയ്ക്ക് ഷാമോനൊന്നും എടുക്കാഞ്ഞാൽ കുഞ്ഞിനൊരു പൊറുതിയേടാണ് കേട്ടോ. പോറ്റി വളർത്തി ഉണ്ടാക്കിയ കൈകളല്ലേ, അതൊരിക്കലും മറക്കാൻ പാടില്ലല്ലോ. ആ, അത് ഷമ്മാസിന് എന്തുത്തരം പറയണമെന്നായിപ്പോയി. അല്ല ഷാമോനെ, നുസി എന്താ എവിടെ നിന്നത്? നിങ്ങൾ വലിയ സ്നേഹമായിരുന്നല്ലോ, എന്തിപ്പോൾ ഇത് സംഭവിച്ചത്? അല്ലെങ്കിൽ ഇപ്പം എന്നും ഭാര്യയോടൊപ്പം ഇങ്ങനെ കിന്നിരിക്കാനിപ്പോൾ എന്താല്ലേ, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ? അത് അവൾക്ക് 2 ദിവസം ലീവല്ലേ, അപ്പോൾ 2 ആഴ്ച ലീവല്ല, അപ്പോൾ ഉപ്പയും വിളിച്ചപ്പോൾ ഞാൻ കൊണ്ടാക്കി. ആ, അതിന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, കുഞ്ഞിന് കുഞ്ഞുണ്ട്. പിന്നെ നുസേബക്ക് പകരം ഞാനും ഉണ്ടല്ലോ ഇവിടെ. എന്തെങ്കിലുമൊക്കെ മിണ്ടി പറഞ്ഞിരിക്കുക. എൻ്റെ ഷാമോനെ, എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് സത്യമായിട്ടും അത് എന്താ ഇത്താ അത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാനൊരു ഭർത്താവുള്ള പെണ്ണാണല്ലോ, പക്ഷേ ഭർത്താവ് ഉണ്ടെന്ന് കരുതിയിട്ട് ഒരു സ്നേഹമോ വിളിയോ തെളിയോ ഒന്നുമില്ല. എൻ്റെ ഒരു അവസ്ഥ നോക്കിക്കേ. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുള്ള ഒരു പെണ്ണാണ് ഞാനും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എനിക്ക് പറയാൻ ഒരു കൂട്ടില്ല. സത്യമായിട്ടും എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എനിക്ക്. അതൊക്കെ ഒന്ന് പറയാനും കേൾക്കാനും എനിക്കൊരാളില്ലാത്തത് എൻ്റെ വിഷമം തന്നെയാണ്. പെട്ടെന്ന് ഉമ്മ, ഷാമോനെ, ഷാമോൻ. ഉമ്മ ദാ കുഞ്ഞിനെ പിടിക്ക്. ഷാമോനെ, എന്താ ഇവിടെ പണി? ഏയ് ഒന്നുമില്ലമ്മ. എന്നാലും ഒന്നുമില്ല. അത് ഇത്തോരോന്ന് പറഞ്ഞപ്പോൾ ഇത്ത പറയേ, എന്ത് പറയാ? അല്ല ഒന്നും. അത് ഷാമോനെ, എൻ്റെ പൊന്നാര കുട്ടിയെ, നുസിനെ ഇപ്പം ഇന്ന് തന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരണോ? അത് എന്തുമ്മ? അല്ലേ, ഓളില്ല, ഉള്ളപ്പോൾ അങ്ങനത്തെ ഒരു വർത്താനം ഇതൊന്നും കേട്ടിട്ടില്ല. അപ്പം ഇല്ലാത്തപ്പോൾ ഇപ്പോൾ ഒരു അടുത്ത് കൂടലും ഒരു ഇതൊക്കെ എന്താപ്പോൾ, അതപ്പോൾ ഞാൻ ആലോചിച്ചത്. ഏതായാലും പഠിച്ചവൻ കാക്കട്ടെ. അല്ലാ. എന്നാൽ ഈ സമയം അതാ ഉമ്മ അവനോട് പറയുന്നു, മോനെ, കുറച്ച് പൈസ ഇട്ട് കൊടുക്കേണ്ടിയല്ലോ അറ്റങ്ങൾക്ക്. അറ്റങ്ങളെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണെന്നാവോ. പിന്നെ സൗദൻ്റെ ഉപ്പാക്ക് ഇട്ട് കൊടുക്കണം കുറച്ച്. നമ്മളെ സത്താറിൻ്റെ പെണ്ണുങ്ങളെ കയ്യിലും കുറച്ചൊന്ന് കൊടുത്താലേ ഓർക്ക് ചിലവിനുള്ളതാണ്ടായിക്കോളല്ലോ. മൂപ്പര് ഇപ്പോൾ ഏതായാലും ജയിലിലും അല്ലേ. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കണ്ടില്ലെന്ന് അടിക്കണ്ട കേട്ടോ. അതേപോലെ സൗദൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കും ഒന്ന് പോയി നോക്കണം, ഏതൊക്കെ വർത്താനം കഥ പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഉമ്മ ഇൻഷാ അല്ലാ ഞാൻ പിന്നെ പോയിക്കൊണ്ട്. എന്നാൽ ഈ സമയം സൗദ അത് കേൾക്കുന്നു. സത്താറിൻ്റെ ഭാര്യൻ്റെ അടുത്ത് ഇനിയും പറഞ്ഞേക്കേ. നടക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞയച്ചിട്ട് വേണോ? അല്ലെങ്കിൽ തന്നെ ഓൻ പോകുന്നുണ്ടാവൂലേ, ആർക്കറിയാം. അത് അല്ലെങ്കിലും നല്ല കേമനാണ് എല്ലാ കാര്യത്തിലും. ആർക്കറിയാം ഏതൊക്കെയാണാവോ. ഏതായാലും നുസിനെ ഒന്നുകൂടി വിളിച്ച് പറയട്ടെ. അവൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു, റൂമിലേക്ക് പോയി. ഹലോ ഇത്ത. നുസിയെ, ഈ ജില്ലായിട്ട് പെണ്ണ എനിക്ക് വല്ലാത്തൊരു പൊറുതിയേട്. പക്ഷെ ഷാമോ വന്നപ്പോഴേ എനിക്ക് അതിൻ്റെ സമാധാനമായിട്ടോ. ഷാമോനോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ നിൽക്കാലോ. ഓനാണെങ്കിൽ എന്നോട് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ്. അതെ, എനിക്ക് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് തന്നെ ചെയ്തുതരും. എനിക്ക് ഭർത്താവ് ഉണ്ടായിട്ടും ഭർത്താവില്ലാതെ ജീവിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ നുസിയെ, ഷാമോ ഉള്ളത് എനിക്കിവിടെ ഭർത്താവുള്ള പോലെ തന്നെയാണ്. എന്നാൽ അതുകൂടി കേട്ടപ്പോൾ അതാ നുസീബയുടെ ഹൃദയം വല്ലാതെ നീറുകയാണ്. അല്ലാ, ഇത്ത വേറൊന്നുമില്ലല്ലോ, ഞാൻ കുഞ്ഞിനെ വാങ്ങട്ടെ. നുസിയെ വെച്ചിട്ട് പോലെ എന്തെനിക്ക് ഇത്ര തിരക്ക്? സത്യം പറയട്ടെ നുസിയെ, എടി ഈ കുറച്ച് ദിവസം അവിടെ നിന്നോ, അതിനൊന്നും കുഴപ്പമില്ല. കാരണം ഷാമോൻ്റെ കാര്യമൊക്കെ ഞാൻ ഇവിടുന്ന് നോക്കിച്ചോളൂ. എന്നെ പൊറുക്കാത്ത കുളിപ്പിക്കാൻ വരുന്നുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടിപ്പോൾ എന്താ? എനിക്കിപ്പോൾ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഷാമോൻ്റെ കാര്യത്തിൽ നീ ടെൻഷൻ ആവണ്ട, അതിന് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തോളാം. പിന്നെ ഷാമോൻ പഴയ പോലെ നല്ല കേട്ടോ, നല്ലോണം അടുപ്പുണ്ട് എന്നോട്. അതെ, ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സംസാരിക്കും.
പിന്നെ കുട്ടീനെയൊക്കെ വേഗം വന്ന് ചോദിക്കും, ഞാൻ കൊടുക്കും. ഞാൻ പറയാം, എനിക്ക് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പം അങ്ങനെയല്ലടി, ഇപ്പം എനിക്ക് എൻ്റെ സ്വന്തം നവാസ്ഖാനെ പോലെ തോന്നുകയാണ്. എൻ്റെ നവാസ്ക എൻ്റെ അടുത്തേക്ക് വന്നിക്കണ് എന്നൊക്കെ തോന്നുകയാണ്. പിന്നെ ഒരു മുഖഷേപ്പും ഉണ്ടാവും, അവരെ ജ്യേഷ്ഠനിയന്മാരാകുമ്പോൾ ഒരുപോലെ തോന്നുമല്ലോ. സത്യമായിട്ടോടി എനിക്ക് അങ്ങനെയൊക്കെ തോന്നുകയാണ്. അതുകൊണ്ട് നുസിയെ ഈ ധൃതി പിടിച്ച് വരുമൊന്നും വേണ്ട, അവിടെ നിന്നോ കേട്ടോ കുറച്ചൊക്കെ. പിന്നെ ഒരു കാര്യം പറയാണ്ട്. ഒന്നുമല്ല, ആ സത്താറിൻ്റെ ഭാര്യൻ്റെ അടുത്തേക്ക് പൈസ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഉമ്മ പോകാൻ പറയണ്ടേ. എന്താ ഉമ്മാൻ്റെ കഥ? അത് ചെയ്യാൻ പാടുണ്ടോ ഉമ്മ ശരിക്ക്? അതൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇന്നാളിപ്പോൾ പോയിട്ട് എത്ര നട്ടപ്പാതിരാക്കി ഇറങ്ങിപ്പോയിട്ട് എപ്പോഴാണ് വന്നത്? അതൊക്കെ ശരിക്കും തെറ്റായ കാര്യമില്ല. ഉമ്മ വലിയ അറിവുള്ള ആളാണ്, എനിക്ക് പറ്റിയില്ല അതൊന്നും. എന്നാൽ നുസൈബ അതെല്ലാം കേട്ടു എന്നല്ലാതെ ഒരക്ഷരം അവൾ മിണ്ടിയില്ല. അല്ലെങ്കിലും അവൾക്ക് മിണ്ടാനിപ്പോൾ എന്താ ഉള്ളത്? പാവൻ നുസൈബ. അതെ, അവളുടെ ജീവിതത്തിൽ ആദ്യം വന്ന ആ ഒരു വിഷമങ്ങളാണ് അവൾക്ക് വന്നത്. എന്നെ ഷാമോനെ ഇവിടെ ഇട്ടിട്ട് പോയി. അതെ, നിർബന്ധിക്കായിരുന്നു വല്യമ്മാനെ വീട്ടിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ മറ്റേ തീരെ പറ്റൂലായിരുന്നു. ഇപ്പോൾ സത്യത്തിൽ സൗദത്ത് പറഞ്ഞ ശരി തന്നെ ആയിരിക്കും റബ്ബേ. അവൾക്ക് അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം. അവൾ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി, അത് താലോലിച്ചുകൊണ്ട്. പൊന്നുമോളെ, ഉപ്പച്ചി എന്താ ഇങ്ങനെ? നമ്മൾ ഉപ്പച്ചി നല്ല ഉപ്പച്ചിയായിരുന്നല്ലോ, എന്താ നമ്മളുടെ ഉപ്പച്ചിക്ക് പറ്റിയത്? എന്നാൽ അവൾ കരഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ ആ കുഞ്ഞുമോൾ തൊണ്ട കാട്ടി ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ആ ചിരിയിൽ ശരിക്കും അവളുടെ കണ്ണീരിനിടയിലൂടെ ഒരു പുഞ്ചിരി വിടർന്നു. മോളെ, ഉപ്പച്ചി ഇല്ലെങ്കിൽ നമുക്കൊറ്റക്ക് ജീവിക്കാട്ടോ. സാരല്ല, ഉപ്പച്ചിക്ക് ഇപ്പോൾ കുറേ ആൾക്കാരാണ്. ഉപ്പച്ചിക്ക് ഒരുപാട് ആൾക്കാർ സംരക്ഷിക്കാനുണ്ട്, ഉപ്പച്ചിക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാനുണ്ട്. അതെ, അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ പൊന്നുമോളും, അതെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ജീവിതം. ആ രാത്രി നുസൈബക്ക് ഉറക്കം വന്നില്ല. കാരണം തൻ്റെ പ്രിയപ്പെട്ട ഷാമോൻ റബ്ബേ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. പക്ഷേ ഇപ്പോൾ കൂടെ അത് എൻ്റെ കൺമുമ്പിൽ നിന്ന് വന്ന് തന്നെ വൈബ്രേഷൻ ഫോണ്, അതെടുത്ത് പുറത്തേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുന്നത്, 1.5 മണിക്കൂർ കഴിഞ്ഞ് വരുന്നത്, എല്ലാം കൂടി ആലോചിച്ചപ്പോൾ, അതുമാത്രമല്ല സൗദത്തിയുടെ ആ ഒരു വാക്കുകൾ കൂടി ആലോചിച്ചപ്പോൾ അവളുടെ നെഞ്ച് പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ ഐഷുമ്മ നിസ്കാരപ്പായൽ ഇരിക്കുന്നു. അതെ, സമയം 6:30 കഴിഞ്ഞു. അവൻ്റെ റബ്ബേ, ഒരു ചായൻ്റെ അന്നിപ്പോൾ കിട്ടിയിട്ടില്ല എൻ്റെ കുട്ടി ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഓള് ചായ ആയിട്ടും നല്ല ചൂടുള്ള ദോശയായിട്ടും മുന്നിക്കണ്ട് കൊടുന്നരും. ഈ ഒരു പർമാത്തിൻ്റെ ഗുളി കുടിച്ചിട്ട് പള്ളം കണ്ട് കാളിയിട്ട് നിൽക്കാൻ വയ്ക്കണില്ല. അതിൻ്റെ റബ്ബേ, ഇവിടെയാണ് നീച്ചായി കിട്ടാനോ. ഷമ്മാസ് പള്ളിയിൽ പോയിട്ട് വന്നിട്ടുമില്ല. അതിൻ്റെ റബ്ബേ, എൻ്റെ കാലിലൊട്ടൊക്കെ വല്ലാത്ത വേദന കണ്ടിട്ടുണ്ടല്ലോ റഹ്മാനെ. നീച്ച് പോയി കണ്ടെടുത്തുള്ളി ചായൻ്റെ ഉണ്ടാക്കി കുടിച്ചാൽ ഒന്നും ഇങ്ങോട്ട് നടന്നാൽ റെഡിയാവും. എൻ്റെ നുസി പോയിട്ടാണ് റബ്ബേ എനിക്കിപ്പോൾ ഒരു തുള്ളി ചായൻ്റെ പോലും കിട്ടാത്തത്. ഓൻ്റെ റബ്ബേ, എൻ്റെ കുട്ടി എപ്പോഴാണ് കുഞ്ഞ് വരിക? എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഷമ്മാസ് ഉമ്മ എന്ന് വിളിച്ചു വരുന്നു. ഉമ്മ, മോനെ. ഉമ്മ, എന്തൊക്കെയോ ഉമ്മ, എന്താ കാല് വേദന ഉണ്ട്, ഒഴിഞ്ഞിരുന്ന? വേണ്ട മോനെ, ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു. എൻ്റെ കുട്ടി ഉണ്ടാകുമ്പോൾ എനിക്ക് ചായൻ്റെ കൊടുന്നേരും. ഓൾക്കറിയാം എൻ്റെ മധുരവും കടുപ്പൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് ഓൾക്കൊരു പൂതിയാണ്. ഇത് കൊണ്ടുവരുമ്പോൾ എൻ്റെ കുട്ടി ഇല്ലാടാ, എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറ് മനസ്സക്ക്. ഉമ്മ, എന്തൊക്കെ തന്നെയാലും 2 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അവർക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ. എന്നാൽ ഈ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ റുഖ്യാത്തയുടെ ശബ്ദം കേട്ടു. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഷാമോനെ പോയാക്കടാ, ആരാന്ന്? റുഖ്യ വന്നിക്കണ് തോന്നുന്നുണ്ട്. റുഖ്യാത്ത, കയറിക്കോളി. അത് ശരി, എവിടെ എൻ്റെ അമ്മച്ചി? ഉമ്മ അവിടെ ഉണ്ട്, ചെറിയൊരു വേദനയുണ്ട്. നേരെ റുഖ്യാത്ത അടുക്കള വഴി കയറി വന്നപ്പോൾ ഇന്നിപ്പോഴത്തെ ഇവിടെ തിരിച്ചുവിട്ടിട്ടൊന്നുമില്ലേ? മറ്റേ ചോറൊരു അടുപ്പത്ത് തിളക്കലും മറ്റോടത്ത് ചായയും ഒരിടത്ത് കുക്കറും എല്ലാം കൂടി തകൃതിയായിട്ട് പണിയേക്കാറല്ലോ. ഇതിപ്പോൾ അടുക്കള നീച്ചിട്ടുന്നില്ലല്ലോ. എന്തിപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിട്ടേക്കൂല്ലേ? എല്ലാവരും കിടന്നുറങ്ങിയേക്കാരം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പെൺകുട്ടികൾ എപ്പോഴാണ് നീച്ചൽ? ഈ രാത്രി പാതിരാത്രി ആവോളം ഈ മൊബൈലിൽ തോണ്ടി ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇപ്പോൾ
നീച്ചായിട്ടൊക്കെ മാണ്ടേ? ആ, അതൊക്കെ തന്നെ ഇക്കാരം. എന്നാലും ഇപ്പൊ നുസൈബ് എപ്പോഴും അടുക്കളയിൽ ഉണ്ടാവലുണ്ടല്ലോ. ഇന്നിപ്പോ എന്തിയേ പറ്റിയത്? അല്ല, സൗദ ഇവിടുത്തെ വർത്താനം ഇപ്പൊ എന്താ? സൗദ എണീക്കാനായില്ലേ? ആ, റുക്കിയാത്ത് നിങ്ങൾ വന്നോ? ഞാൻ എണീച്ചതാണ്. ഞാൻ പിന്നെ കുട്ടീനെ ഉറക്കാൻ വേണ്ടിക്കാണ്ടേ മിണ്ടാതെ അവിടെ പോയി കിടന്നതാണ്. ആ, അപ്പോഴേക്കും ഐഷുമ്മ എഴുന്നേറ്റ് വന്നു. ആ, റുക്കിയ അവിടെ ഇരിക്കടി, ഒരു ഗ്ലാസ് ചായൻ്റെ വെള്ളം ഉണ്ടായിക്കോ. ഞാൻ എപ്പോൾ വരുമ്പോഴും നുസൈബ് ഉണ്ടെങ്കിൽ നല്ല ഗ്ലാസ് ചായൻ്റെ വെള്ളം തരും. പിന്നെ അതിക്ക് നല്ല ചൂടുള്ള ദോശ രണ്ടെണ്ണം കടിച്ചു വിട്ടാൽ അതും തരും. അതൊരു തൃപ്തിയാണ്. പിന്നെ കുളിയും നനയും തേക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പരിപാടി. അല്ല, ഇന്നിപ്പോൾ നല്ല ചായൻ്റെ വെള്ളം തരാനും ആളില്ല. അല്ല, ഇവിടെ നുസി ഇല്ലേ? ഓള് പൊയ്ക്കണ? ആ, ഓള് പൊയ്ക്കണേ. ഓള് ഇന്നലെ പൊയ്ക്കണ റുക്കിയ. 2 ദിവസം ഓളോടെ പോയി നിന്നോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞയച്ചത് തന്നെയാണ്. പിന്നെ പെറ്റ് വളർത്തി ഉണ്ടാക്കിയ അമ്മക്കും പാപ്പാർക്കും ഉണ്ടാവുമല്ലോ ഒരു പൂതി. എൻ്റെ അഭിപ്രായത്തിൽ 4 ദിവസം ഓൾ നിന്നോട്ടെ എന്നാണ്. ഏതായാലും പോയാൻ പക്കം. എൻ്റെ പൊന്നാരൻ്റെ ആയുഷ്യോ, ഓള് പോയതുകൊണ്ട് ഇറക്കിടില്ല. പോയപ്പോൾ കണ്ടില്ലേ നിങ്ങളെ പേരും കൂടെയൊക്കെ ആയത്? നല്ലോണം അടുക്കളൊക്കെ നല്ലോണം വൃത്തിയുണ്ടല്ലോ. എന്തിപ്പോൾ സംഭവിച്ചത്? പൊന്നാർ റുക്കേജ് കളിയാക്കല്ലേ. എൻ്റെ നുസി ഇപ്പം ഇങ്ങോട്ട് വരും. അല്ല, ഇവിടെ ഇപ്പോൾ ഓള് മാത്രമേ ഉള്ളൂ? ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ. ആദ്യം ഓൾക്കൊന്നും ബാധകല്ലേ? ശരിക്കും റുക്യാത്തയോട് ആ ഒരു വാക്കുകൾ കേട്ട ഐഷുമ്മ ഒന്നും മിണ്ടിയില്ല. കാരണം ചൂന്ന് പറഞ്ഞ ചുണ്ടങ്ങാന്ന് അവിടെ പറഞ്ഞു കൊടുക്കും. എന്നാൽ ഐഷുമ്മ പറഞ്ഞ ഇതായിരുന്നു, അതടി ചിലപ്പോൾ നമുക്ക് ഒരു തോന്നലാണ് ജോലി എടുക്കാൻ, ചിലപ്പം തോന്നൂല്ല. ആ, അവളവസ്ഥ അങ്ങനെയൊക്കെ തന്നെ അല്ലേ, അതുകൊണ്ടായിരിക്കും. അല്ലെൻ്റെ ഐഷു, ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞൊരു കാര്യം, എൻ്റെ മരുക്കളൊക്കെ തമ്മിൽ എന്തോരൊരു അടുപ്പും കാര്യങ്ങളല്ലേ. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിച്ചുകൊണ്ടും അങ്ങനെ നല്ല മട്ടത്തിൽ അൽഹംദുലില്ലാ ഇതുവരെ പോയിക്കണം. ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ പോട്ടെ റഹ്മാനെ. എല്ലാ ഇബ്നീസിൻ്റെ ചെറുനെ തൊട്ടും കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. റുക്യാത്ത പരമാവധി പറയുവാൻ ശ്രമിച്ചിട്ടും, അതുപോലെ സൗദ പരമാവധി നുസീബയെ കുറിച്ച് പറയാൻ ശ്രമിച്ചിട്ടും ഐഷുമ്മക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. കാരണം എന്തൊക്കെ തന്നെ പറഞ്ഞാലും നുസൈബാനെ കുറ്റം പറയുന്നത് അവർക്ക് സഹിക്കൂല എന്ന് തന്നെ പറയാം. ഇൻഷാ അല്ലാ അത് നമ്മുടെ നുസൈബ സൗദിയുടെ വാക്കുകളെല്ലാം കേട്ട് ആകെപ്പാട് ടെൻഷനായിരിക്കുകയാണ്. അവളുടെ ടെൻഷനെല്ലാം മാറുമോ? സത്യങ്ങളെല്ലാം ഒരു ദിവസം പുറത്തു വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ, ഷമ്മാസ് എന്നായിരിക്കും അവളെ കൊണ്ടുവരാൻ പോകുന്നത്? അതോ കൊണ്ടുവരാൻ പോകുന്നില്ലേ? നുസൈബ വരാൻ കൂട്ടാക്കുന്നില്ലേ? നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.